പ്രണയചാരുത അവസാന ഭാഗം. അന്നേ ദിവസം മഴ നനഞ്ഞുകൊണ്ട് തന്നെ വളരെ വൈകിയാണ് ഗൗരി വീട്ടിലെത്തിയത്. ഉമ്മറത്ത് തന്നെ ദേഷ്യഭാവത്തോടെ ഇരിപ്പുറപ്പിച്ചിരിക്കുന്ന അമ്മയും അച്ഛനെയും കണ്ടപ്പോൾ തന്നെ ഗൗരിക്ക് ഏകദേശം കാര്യങ്ങൾ ഊഹിക്കാമായിരുന്നു. അമ്മയുടെ കയ്യിലൊരു ബാഗ് കൂടി കണ്ടപ്പോൾ ഗൗരിയുടെ മനസ്സിൽ വല്ലാത്തൊരു പരവേശമുണ്ടായി. നിന്നെപ്പോലൊരു പെണ്ണിനെ ഇനി ഈ കുടുംബത്തിൽ ഞാൻ വെച്ച് വാഴിക്കില്ലടി. കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്ന നിന്നെ ഇനി ഈ കുടുംബത്തിന് വേണ്ട. നിന്റെ അമ്മ മരിച്ചപ്പോൾ തന്നെ നിന്നെയും കൊന്നു കളയേണ്ടതായിരുന്നു. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാനുണ്ടായ അസുരവിത്ത്. ഇറങ്ങിപ്പോ ഇവിടുന്ന്. ബാഗ് എടുത്ത് അവളുടെ നേരെ എറിഞ്ഞുകൊണ്ട് വസുന്ധര ദേഷ്യത്തോടെ പറഞ്ഞു. അച്ഛാ, അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഒന്ന് വിശ്വസിക്കുക. അച്ഛാ, അച്ഛനെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്ലീസ് അച്ഛാ. നിങ്ങളിങ്ങോട്ട് കയറുന്നുണ്ടോ? ഞാൻ വാതിലടയ്ക്കാൻ പോകുക. വസുന്ധരയുടെ ആക്രോശത്തിന് മുന്നിൽ നിശബ്ദനായി തൻ്റെ മകൾക്ക് മുന്നിൽ വാതിലടയ്ക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. അതിന് കാരണമുണ്ട്. ആദ്യ പ്രസവത്തോടെ തന്നെ തൻ്റെ ഭാര്യ മരിച്ചപ്പോൾ ഭാര്യയുടെ അനിയത്തിയായ വസുന്ധരയെ ഗൗരിമോൾക്ക് അമ്മയായി സ്വീകരിക്കുകയാണ് ചെയ്തത്. നല്ല രീതിയിൽ തന്നെ ഗൗരിമോളെ അവളുടെ അച്ഛൻ കാണുകയെ വസുന്ധര വളർത്തി. എന്നാൽ രണ്ടാനമ്മമാരുടെ ചില ആ പ്രത്യേക സ്വഭാവം അവസരം കിട്ടുമ്പോൾ അവൾ ഗൗരിക്ക് മുമ്പിലും കാട്ടിയിരുന്നു. അച്ഛാ, അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. പ്ലീസ് അച്ഛാ, ഒന്ന് വാതിൽ തുറക്കച്ച. അച്ഛാ, പ്ലീസ് വാതിൽ തുറക്കച്ച. എങ്ങോട്ട് പോകണമെന്നറിയാതെ വീടിന് മുന്നിൽ വഴിയിൽ പകച്ചു നിൽക്കുന്ന അവളെ നോക്കി ആ കോപാഗ്നിയുള്ള കണ്ണുകൾ വീണ്ടും എത്തി. വസുന്ധരയുടെ വകയിലെ ഒരു അനന്തരവനായ രഘുവായിരുന്നു അത്. അവൻ്റെ വാക്കുകൾ കേട്ടാണ് അച്ഛനും അമ്മയും തന്നോടിങ്ങനെ പെരുമാറിയതെന്ന് ഗൗരിക്ക് മനസ്സിലായി. ഇനി എങ്ങോട്ടാ നിൻ്റെ പുറപ്പാട്? നിൻ്റെ മറ്റവൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോടി? രഘുവാണ്. അത് നിന്നോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. കണ്ണുനീർ തുടച്ചുകൊണ്ട് ധൈര്യത്തോടെ ഗൗരി പറഞ്ഞു. ഗൗരി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ കൈ കുറുകെ പിടിച്ച് രഘു തടഞ്ഞു. വഴിയിൽ നിന്ന് മാറ്, എനിക്ക് പോകണം. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ? എന്തായാലും നിന്നെ നിൻ്റെ മറ്റവൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ വിടില്ലടി. ഇതുകൂടി കേട്ടയുടനെ അവൾ തിരിഞ്ഞോടി. രഘു പിന്നാലെയും. തിരിഞ്ഞു നോക്കി ഓടി ഗൗരി ഇത്തിരി ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തുള്ള വീടിൻ്റെ നേരിയ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് പോയി ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്നു. രഘു അവിടെ മുഴുവനും അവളെ തേടി പിന്നാലെ എത്തി. ഗൗരി വായ പൊത്തി തൻ്റെ ശ്വാസത്തിൻ്റെ ശബ്ദം പോലും എടുക്കാതെ അനങ്ങാതെയിരുന്നു. പെട്ടെന്ന് പിന്നിലെ വീട്ടിൽ നിന്ന് ഒരു ചിരി ശബ്ദം കേട്ട ഭാഗത്ത് അവളൊരാശ്രയത്തിനായി പേടിച്ചാണെങ്കിലും അങ്ങോട്ടേക്ക് പോയി. ഇരുട്ടിലൂടെ നടന്ന് പുറത്തെ ജനാലയുടെ വിടവിലൂടെ അവൾ പതുക്കെ അകത്തേക്ക് നോക്കി. അവളുടെ പേടിയും കരച്ചിലും മാറി. അവളുടെ ആ മാൻപയുടെ കണ്ണുകൾ തിളങ്ങി. കിച്ചേട്ടൻ! അവളുടെ ചുണ്ടുകൾ പുഞ്ചിരിയോടെ മന്ത്രിച്ചു. കിച്ചേട്ടൻ എന്താ ഇവിടെ? അപ്പോഴേക്കും കുറേ ചെറുപ്പക്കാർ മദ്യക്കുപ്പികളുടെ അകമ്പടിയോടെ അവിടേക്കെത്തി. കിച്ചേട്ടൻ്റെ കൂട്ടുകാരാകും. അവരൊന്ന് പോയി കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് പോവാം. അവരൊക്കെ ഒന്ന് പോയെങ്കിൽ എനിക്ക് പേടിയാവുന്നു. ഒന്ന് പെട്ടെന്ന് പോയെങ്കിൽ അവർ. ഇടയ്ക്കെന്തിനോ അവളുടെ കാതുകൾ അകത്തെ സംസാരത്തിനിടയിൽ ഗൗരി എന്ന പദത്തിലേക്ക് കാതോർത്തു. അവൾ സുന്ദരിയാടാ, ഒരു തനി നാട്ടും പുറത്തുകാരി, ശാലീന സുന്ദരി. എന്നാലും എൻ്റെ കിച്ച, എങ്ങനാടാ ഇത്ര പെട്ടെന്ന് നീ അവളെ വീഴ്ത്തിയത്? അത് എന്നെ സംബന്ധിച്ച് വളരെ എളുപ്പമായിരുന്നു. അവളുടെ വീക്ക്നെസ്സായ കവിതയിൽ തന്നെ അങ്ങ് പിടിച്ചു. ഇനി ഈ കിച്ചന് വേണ്ടി അവൾ എന്തും ചെയ്യും. അല്ലേലും നീ ഒരു സംഭവമാടാ. ഇനി എന്താ നിൻ്റെ പ്ലാൻ? നാളെയോ മറ്റന്നാളോ ഒന്ന് ഹോട്ടൽ റൂമിലേക്ക് കൂട്ടണം. അവൾക്കുള്ളൊരു കവിതാ സമാഹാരം സമ്മാനിക്കാൻ. പിന്നെ അവൾക്ക് വേറൊരു സമ്മാനം കൂടെ കൊടുക്കണം. അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സമ്മാനം. ഒരു വഷളൻ ചിരിയോടെ കിച്ചൻ പറഞ്ഞു. എല്ലാവരുടെയും അടുത്ത് കൂട്ടച്ചിരി ഉയർന്നു. ഇതെല്ലാം കേട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് പുറത്ത് ഗൗരി. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ശബ്ദം പുറത്തു വരാതെ, ഉമിനീർ പോലും ഇറക്കാതെ അവൾ കുറച്ചു സമയം ശില കണക്കെ പകച്ചു നിന്നു. സ്നേഹത്തോട് തന്നോട് സംസാരിച്ച, ഒത്തിരി സ്നേഹിച്ച, തൻ്റെ കവിതകളെയും തന്നെ ഒരുപാട് പ്രണയിച്ച എൻ്റെ കിച്ചേട്ടനാണോ ഇത്? അവളുടെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിമാഞ്ഞു. താൻ കുറച്ച് സമയത്തേക്കെങ്കിലും മനസ്സിൽ പ്രതിഷ്ഠിച്ചത് ഇങ്ങനൊരാളിനെയാണോ? അച്ഛനും അമ്മയും തന്നെ തെറ്റുകാരിയാണെന്ന് മുദ്ര കുത്തിയത് ഇയാൾക്ക് വേണ്ടിയാണോ? കണ്ണുകളിലൂടെയും വാക്കുകളിലൂടെയും എന്നെ അവൻ ചതിക്കുകയായിരുന്നു. ഗൗരി മനസ്സിൽ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. ഇനി എനിക്ക് ഈ ജീവിതം വേണ്ട. ആർക്ക് വേണ്ടിയാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? ആരുമില്ലാത്തവളാ ഞാൻ, ആർക്കും വേണ്ടാത്തവളാ ഞാനിനി ജീവിക്കില്ല. ഇനി ആർക്കും ഞാനൊരു ഭാരമായിരിക്കില്ല. മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ച് അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ അവൾ ആ ചെറിയ വീടിന് പിന്നാലെ എങ്ങോട്ടേക്കോ നടന്നു നീങ്ങി. മനസ്സ് മുഴുവൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന പ്രണയ നിമിഷങ്ങൾ ഒരു കൊള്ളിയാൻ പോലെ മിന്നി മാഞ്ഞുകൊണ്ടിരുന്നു. ഓർത്തപ്പോൾ തനിക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി ഗൗരിക്ക്. ഗൗരിയുടെ നടത്തം ഒരു പുഴയ്ക്കരികിലേക്ക് എത്താറായി. അവൾ തൻ്റെ പിന്നാലെ ഒരു കാൽപ്പെരുമാറ്റം അവൾ കേട്ടു. തിരിഞ്ഞു നോക്കാതെ നടത്തം കുറച്ചുകൂടെ വേഗതയിലാക്കി. പുഴയുടെ അടുത്തെത്തി. ഇറ്റുവീണ കണ്ണീരിനൊപ്പം അച്ഛൻ്റെ അമ്മയുടെ മുഖം മനസ്സിൽ മിന്നി മാഞ്ഞുപോയി. അച്ഛാ, അമ്മേ, എന്നോട് ക്ഷമിക്കണേ. ഞാൻ തെറ്റുകാരിയല്ല.
നിങ്ങൾക്ക് ആർക്കും ഞാനിനി ഭാരമാകില്ല. ഇത് പറഞ്ഞ് കണ്ണുമടച്ചവൾ പുഴയിലേക്ക് ചാടാനാഞ്ഞ് ഗൗരിയെ പിടിച്ചു വലിച്ച് പുറകിലേക്ക് ഒരു ശക്തി തള്ളിയിട്ടു. വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ ഗൗരി അവൾ കണ്ടത് കോപാകുലനായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന രഘുവിനെയാണ്. നീ എന്താടി ഈ കാണിച്ചു കൂട്ടുന്നേ? നീ ചത്തു തുലയാൻ വേണ്ടിയല്ല നിൻ്റെ പുറകെ ഞാനിങ്ങനെ നടന്നത്. ഒരു മരണത്തിനും വിട്ടുകൊടുക്കാനല്ലടി ഒരു നിഴൽ പോലെ നിൻ്റെ കൂടെ ഞാനിങ്ങനെ ഉണ്ടായിരുന്നത്. ഒരു ചതിയന്മാർക്ക് വേണ്ടി നീ ജീവിതം കളയണ്ട. പറ്റിയ നിൻ്റെ തെറ്റ് തിരുത്താൻ വേണ്ടിയാ, നിന്നെ ഉപദേശിക്കാനാ നിൻ്റെ വീട്ടിൽ ഞാനിതൊക്കെ പറഞ്ഞത്. പക്ഷേ വസുന്ധര അമ്മായി അതിങ്ങനെയൊക്കെ ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിപ്പോൾ നിനക്ക് തന്നെ ഗുണമായില്ലേ? അതുകൊണ്ടല്ലേ ആ ചതിയൻ്റെ സ്വഭാവം നിനക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായത്. നിൻ്റെ ജീവിതം ആർക്ക് വേണ്ടി നീ കളയേണ്ട ഗൗരി. തെറ്റുകാരിയായി കണ്ടവരുടെ മുമ്പിൽ തന്നെ നീ ജീവിക്കണം. നല്ലവളായി തന്നെ ജീവിക്കണം. ആ ജീവിത വിജയത്തിൽ കൂടെ ഒരു നിഴലായി എപ്പോഴും ഞാൻ ഉണ്ടാകുമെടി. ഒരു മുരടനായ രഘുവിനെ മാത്രമേ നിനക്കറിയൂ. കുട്ടിക്കാലം മുതൽ രണ്ടാനമ്മയുടെ പല പീഡനത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ച, വഴിയിലെ പൂവാല ശല്യത്തിൽ നിന്നുമൊക്കെ നിന്നെ മാറ്റി നിർത്തിയ, നീ പോലും അറിയാതെ നിൻ്റെ കൂടെ നിന്ന ഒരു രഘുവിനെ നിനക്കറിയില്ല. ആ അതൊക്കെ പോട്ടെ, ഇനി പറഞ്ഞിട്ടെന്തിനാ? നീ വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ഞാൻ തന്നെ അവരോട് സംസാരിക്കാം. എൻ്റെ ഈശ്വര, ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? ഞാൻ അവിശ്വസിക്കേണ്ടത്? ആരെയാ ഞാൻ കേൾക്കേണ്ടത്? ആരെയാ ഞാൻ കേൾക്കാതിരിക്കേണ്ടത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഈശ്വര. ഗൗരി, നീ കരയാതെ. ചതിക്കപ്പെടാൻ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലായിരുന്നു. കാരണം എൻ്റെ മനസ്സിൻ്റെ പ്രണയനിഴൽ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും. നീ പഠിക്കണം, ഒരു ജോലി വാങ്ങണം, അത് കഴിഞ്ഞ് എല്ലാം പറയണം. ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അമ്മായിക്ക് ഇതൊക്കെ അറിയാം. അതാവും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ പ്രതികരിച്ചത്. നീ ഇപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ഈ കഴിഞ്ഞ ഒരു ദിവസം, അങ്ങനെയും വേണ്ട, ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ, അത് നീ അങ്ങ് മറന്നേക്ക് ഗൗരി. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. നീ നടക്കുന്ന നിൻ്റെ നടപ്പാതയിൽ എപ്പോഴും ഒരു നിഴലായി, ഒരു തണലായി, ഒരു സ്നേഹമരമായി ഞാൻ എപ്പോഴും ഉണ്ടാകും. തിരികെ ഗൗരിയുടെ വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ ഗൗരിയുടെ ബാഗും വാങ്ങി അവളോടൊപ്പം നടക്കുമ്പോൾ തുടയ്ക്കുന്ന ഗൗരിയുടെ കണ്ണുനീർ കടങ്ങളെ നോക്കി ആ പ്രണയചാരുതയിലൂടെ രഘുവിൻ്റെ സ്നേഹക്കടലിലേക്ക് ഗൗരിയെ മൗനമായി ക്ഷണിക്കുകയായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എല്ലാ മനസ്സുകൾക്കും വേണ്ടി ഈ കവിത സമർപ്പിക്കുകയാണ്. സ്നേഹിക്കുക, മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പ്രണയിക്കുക. ആത്മാർത്ഥ പ്രണയത്തിന് മുൻപിൽ ദൈവം പോലും നമ്മോടൊപ്പം കൂടെയുണ്ടാകും. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.